ഇനിയിപ്പോ എന്ത് ചെയ്യും? ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, അങ്ങുന്നിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാലെങ്ങനാ? എന്തെങ്കിലും പറയ് രാജാവേ. അതെ അതെ, അങ്ങുന്ന് കുറെ നേരമായിട്ട് ആലോചനയിലാണല്ലോ. എന്തു പറയാനാ? കാട് ഇളകി വന്നാലും കൊമ്പുകൊണ്ട് തടഞ്ഞു നിർത്തുന്ന കൊല്ലകൊമ്പൻ വന്ന് പറഞ്ഞിട്ട് പോയത് നിങ്ങളും കേട്ടില്ലേ? കാട്ടിലൊരു വിചിത്ര ജീവി വന്നിരിക്കുന്നു അത്രേ. അവന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? തുമ്പോച്ചനെന്നോ ജംബോച്ചനെന്നോ അങ്ങനെ എന്തോ ആണങ്ങുന്നേ. എന്തു കുന്തമായാലും ശരി, അവനത്ര നിസ്സാരക്കാരനല്ലെന്നാണ് കൊല്ലകൊമ്പൻ പറയുന്നത്. കൊലകൊമ്പൻ അങ്ങനെ പറയുന്നെങ്കിൽ അതത്ര നിസ്സാരമായി കാണണ്ട. നിങ്ങൾ കുറെ നേരമായാലോ ആ വിചിത്ര ജീവിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്? കാട്ടിലെ രാജാവും സൈന്യാധിപനും ഒക്കെ ഇത്ര ഭീരുക്കളാകാൻ തുടങ്ങിയാലോ? ഭീരുക്കളോ? ആര്? ഞങ്ങളോ? ഞങ്ങൾക്കൊന്നിനെയും പേടിയില്ല. വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ ജംബോച്ചനെ എതിരിട്ട് തോൽപ്പിക്കും. കാണണോ കുറുക്കച്ച? കണ്ടത് തന്നെ. ഇത്ര ധൈര്യശാലിയാണെങ്കിൽ പിന്നെന്തിനാ ജംബോച്ചനെ കുറിച്ചോർത്ത് ഇത്ര നേരമായി നിങ്ങൾ പേടിച്ചിരിക്കുന്നത്? അത് പിന്നെ മന്ത്രി എന്താ ഞങ്ങളെ പരിഹസിക്കാനുള്ള പുറപ്പാടാണോ? അത്ര കേമനാണെന്ന് മന്ത്രിക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മന്ത്രി തന്നെ പോയിട്ട് ജംബോച്ചനെ കീഴ്പ്പെടുത്തിട്ട് വരൂ. നമ്മുടെ ശക്തി മാത്രം കൊണ്ട് അവനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവനെ വീഴ്ത്താൻ ബുദ്ധിയാണ് വേണ്ടത്. അതിനെന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്നാ ശരി, പറ. അതെ, കാലയ്ക്ക് മോനെ, ഈ ഐഡിയ ക്ലിക്ക് ആകും ഉറപ്പ്. എന്തായാലും ഞാൻ ആ ജംബോച്ചനെ പോയി ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. കളിക്കാൻ കൂട്ടില്ലാതെ ഒരു സുഖവുമില്ല. എത്ര നേരമായി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഒന്നും മിണ്ടി പറഞ്ഞിരിക്കാമായിരുന്നു. ജംബോച്ച, നീ എന്താ കാണിക്കുന്നേ? ഈ മാമ്പഴങ്ങൾ അങ്ങനെ ചുമ്മാ വീഴ്ത്തിക്കളയരുത്. ഈ മാമ്പഴം ഞങ്ങൾ അണ്ണാരക്കണ്ണന്മാർക്കും കുഞ്ഞി കിളികൾക്കും കഴിക്കാനുള്ളതാണ്. അത് താഴെ വീണ് ചതഞ്ഞരഞ്ഞാൽ പിന്നെ ആരും കഴിക്കില്ല. ഓ, അണ്ണാരക്കണ്ണന്മാർക്കും കുഞ്ഞിക്കിളികൾക്കും ഉള്ളതാണോ? എങ്കിൽ ഇനി മാമ്പഴം ഞാൻ ഒരിക്കലും വീഴ്ത്തിക്കളയില്ല. പ്രകൃതി നമുക്ക് തരുന്നതൊന്നും ആവശ്യമില്ലാതെ പാഴാക്കി കളയരുത്. അതുകൊണ്ട് പറഞ്ഞതാ. ഈ കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മാവിലെ മാമ്പഴം വരെ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും. അതെ, ചുമ്മാ വീമ്പ് പറയല്ലേ ജംബോച്ച. ആരാണത്? മറഞ്ഞു നിൽക്കാതെ പുറത്തേക്ക് വരൂ. അയ്യോ, ഞാനൊരു പാവം കുറുക്കച്ചനാണേ. എന്നെ കളിയാക്കാൻ വന്നിരിക്കാണോ? ഞാൻ കളി പഠിപ്പിക്കും കേട്ടോ. എന്റെ പൊന്ന് ജംബോച്ച, വീമ്പ് പറയുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ വേണ്ടേ? അതെ, ഇവിടെ അടുത്ത് ഒരു മുതലക്കുളമുണ്ട്. അതിന്റെ ഒത്ത നടുക്കൊരു മുത്തശ്ശിമാവും ഉണ്ട്. ഈ കാട്ടി വെച്ച് ഏറ്റവും മധുരമുള്ള പഴങ്ങൾ ആ മാവിലാണ് ലഭിക്കുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ മുതലക്കുളം കടന്ന് ആ മാവിൽ നിന്നൊരു മാങ്ങ പറിക്കേ. കുറുക്കച്ച, നീ പറയുന്ന ഏത് മുതലക്കുളവും നീന്തി കടന്ന ഏത് മുത്തശ്ശിമാവിലെ മാമ്പഴവും ഞാൻ വീഴ്ത്തും. ഞാൻ റെഡി. ജംബോച്ച വേണ്ട, അത് അപകടമാണേ. ഒരു പ്രശ്നവുമില്ല. കുറുക്കച്ച, വാ, എനിക്ക് ആ മുതലക്കുളത്തിലേക്കുള്ള വഴി കാണിച്ചതാ. ഓക്കേ, പോകാൻ ജംബോച്ച.